ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇതെന്താ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാത്ത വീഡിയോ ആണല്ലോ, കഴിഞ്ഞ ദിവസം ഇട്ടിൻ്റെ ബാക്കിയല്ലേ ഇതിപ്പോൾ ഇടുന്നതെന്ന്. വേറെ ഒന്നുമല്ല കേട്ടോ, കുറേ വീഡിയോസ് വന്നപ്പോൾ ഇതങ്ങ് പെൻഡിങ് ആയി പോയെന്നേ, ഞാൻ പിന്നെ അങ്ങ് വിട്ടും പോയി. വേറെ ഒന്നുമല്ല, ഇത് നമ്മളന്ന് സ്റ്റുഡിയോന്ന് ഇറങ്ങിയിട്ട് ഒരു ചായ കുടിച്ചിട്ട് ആലോചിക്കാം, ഇനി എങ്ങോട്ട് പോകണം എന്ന് ആലോചിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഇരുന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയായിരുന്ന ഫോട്ടോച്ചിക്ക് പോകാമെന്ന്. അങ്ങനെ പിന്നെ ഫോട്ടോച്ചിക്ക് പോരാൻ തീരുമാനിച്ചതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, ശംഖു നീരാളി മന്തി കഴിച്ചിട്ടില്ല. അപ്പോൾ അവനത് വാങ്ങിച്ചു കൊടുക്കാം, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീരാളി മന്തി വാങ്ങിത്തരാമെന്ന്. എന്നിട്ട് പറഞ്ഞ് ഇപ്പോൾ കൊല്ലം ഒന്ന് കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. എന്നിട്ടും ചെക്കനത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. എന്നാൽ പിന്നെ ഇന്ന് വാങ്ങിച്ചു കൊടുത്തേക്കാമെന്ന് കരുതി. പക്ഷെ അവൻ്റെ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ല ഗൈസ്, ആ കട പൂട്ടിപ്പോയി. അതിവിടെ വന്നേക്ക് മുമ്പ് അറിഞ്ഞില്ല, വന്നെല്ലാം കഴിഞ്ഞ് കുറച്ചങ്ങ് കഴിഞ്ഞ് നമ്മൾ വണ്ടിയിലിരിക്കുമ്പോഴാണ് ഞാൻ ചുമ്മാ ഇങ്ങനെ മാപ്പിട്ട് നോക്കുന്നത്. അപ്പോഴത്തേക്കും നോക്കുമ്പോൾ ആ കട അങ്ങ് പൂട്ടിയേ. പിന്നെ സാരമില്ല, നമുക്ക് വേറെ കടയിൽ പോകാമെന്ന് പറഞ്ഞാൽ അവനെ സമാധാനിപ്പിച്ചിട്ട് വേറെ കട കണ്ടെത്താമെന്നൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഓരോ അരിപടിയും പെറുക്കാൻ തുടങ്ങി. കാരണം ഓരോ കടയിൽ ഓരോരോ വെറൈറ്റി സാധനങ്ങൾ കാണുമ്പോഴത്തേക്കും അതൊക്കെ അങ്ങനെ നോക്കി പോകൽ മാത്രമേ ഉള്ളൂ. കാരണം ഒന്നും വാങ്ങിയൊന്നുമില്ല. പക്ഷെ ഒന്നും വാങ്ങിയില്ല എന്ന് പറയാൻ പറ്റില്ല. വേറെ കട ചെന്നപ്പോഴത്തേക്കും പൊതുവേ ഞാനങ്ങനെ വള മാല സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല. ചിന്നൂരാണ് എല്ലാം വാങ്ങിച്ചു കൊടുക്കുക. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് എല്ലാ സാധനവും എനിക്കായിരുന്നു വാങ്ങാറുണ്ടായിരുന്നത്. എനിക്ക് മീൻസ് അമ്മേനെ കൊണ്ട് അങ്ങനെ വാങ്ങിപ്പിക്കും. ഞാനല്ല, അമ്മേനെ കൊണ്ട് ആരെങ്കിലും കൊണ്ട് അങ്ങനെ വാങ്ങിപ്പിക്കുമായിരുന്നു. ഇയാളെ കൊണ്ട് ഈ ചിന്നിനെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിപ്പോയി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മാറ്റമാണ്. കാരണം ഞാൻ പണ്ട് എന്തായിരുന്ന സ്വഭാവം അതാണ് ഇപ്പോൾ ചിന്നുവിന്. കാരണം ഇങ്ങനത്തെ വരവിൻ്റെ സാധനമൊക്കെ ഇടാൻ ചിന്നുവിന് ഭയങ്കര ക്രൈസാണ്. ആക്ച്വലി ഇത് ചിന്നുവിന് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ നോക്കിയത്. പക്ഷേ പുള്ളിക്കാരുടെ കൈക്ക് ഭയങ്കര വണ്ണമായതുകൊണ്ട്, ഭയങ്കര വണ്ണമല്ല, അത്യാവശ്യം വണ്ണമുള്ള കൈ ആയതുകൊണ്ട് ആ സൈസിനുള്ളത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കൈക്ക് പാകാകുന്നുണ്ട്. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു. എന്നാൽ പിന്നെ അത് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു 120 രൂപ എന്തോ പറഞ്ഞ് ഞാൻ പിന്നെ 100 രൂപയ്ക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മേടിച്ചു. അവർക്ക് നഷ്ടമൊന്നും വന്നില്ല കേട്ടോ. എനിക്ക് നഷ്ടം വന്നോന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്കത് ഇഷ്ടമായി, അതാണ് കാര്യം. എൻ്റെ കയ്യിലാണ് കിടക്കുന്നത്. പക്ഷേ അത് കറക്റ്റായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഇത് ആരും എടുത്തിട്ട് കണ്ടോ, എൻ്റെ കയ്യിൽ കിടക്കുന്നത് കണ്ടോ. അത് ഞാൻ ഇനിയൊരു ദിവസം ഇടുമ്പോഴത്തേക്കും നല്ല രീതിക്ക് കാണിച്ചു തരാവേ. തടീൻ്റെ മുത്തൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇത് വാങ്ങിയിട്ടാണ്. ഇത് കണ്ണന് ഭയങ്കര കണ്ണിന് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ അവനിങ്ങനെ ഭയങ്കര ഇങ്ങനെ കുഞ്ഞി പിള്ളേർ കാണിക്കുന്നതായിരിക്കില്ലേ. അപ്പോഴത്തേക്കും വീട്ടിൽ വരുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യലാന്ന് ഓർത്തിട്ടാണ് ഞാനത് വാങ്ങിച്ചത്. അതിന് 50 രൂപയായിട്ടാണ്. ഒന്നും പുള്ളി കുറച്ചൊന്നുമില്ല. അതിനുശേഷം നടന്നു വന്നപ്പോഴത്തേക്കുമാണ് അടുത്ത കട കാണുന്ന മോമോ കണ്ടാൽ എന്തായാലും വാങ്ങിക്കും. മോമോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊന്നും ഞാനങ്ങനെ കഴിക്കത്തില്ലായിരുന്നു. പിന്നെ ഒന്ന് കഴിച്ച് 1-2 പ്രാവശ്യം കഴിച്ചു തന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഇഷ്ടമായി. കണ്ണന് പക്ഷേ അത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് കണ്ണന് ഒരു പീസ് കൊടുത്തു, കഴിച്ച് നോക്ക് കൊച്ചേന്ന് പറഞ്ഞിട്ട്. 5-6 പീസ് ഉണ്ടായിരുന്നു അതിനകത്ത്. പക്ഷെ ഞാനാ കൂടുതലും കഴിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കണ്ണന് വേണ്ടിയിട്ട് നമ്മൾ ഐസ്ക്രീം വാങ്ങി. കണ്ണന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കണ്ണന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കഴിക്കും. അത് വേറെ കാര്യം. അതങ്ങനെ നിങ്ങൾക്ക് അറിയാലോ. ആർക്കെങ്കിലും വേണ്ടി എന്ന് പറഞ്ഞ് മേടിച്ചാൽ അവർ കഴിക്കുന്നതൊക്കെ കൂടുതൽ ഞങ്ങളായിരിക്കും കഴിക്കുന്നത്. പിന്നെ ഇവിടെ വന്ന് ഈ വേഷം കെട്ട് കഴിക്കുന്ന വേറെ ഒന്നുമല്ല. തുണി മേടിച്ചാലോ എന്നൊരു പ്ലാൻ വന്നു. പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞു വേണ്ട, നമുക്ക് തിരിച്ച് പോയി ഭക്ഷണം എല്ലാം കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരുന്നതാണ് കാണുന്നത്. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.